ട്രിപ്പിൾ ഓം ശാന്തി. ഇന്ന് ശിവരാത്രിയാണ്. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ശിവബാബ അവതരിച്ച ദിവസം ശിവരാത്രിയായിട്ട് ആഘോഷിക്കുന്നു. ശിവന്റെ അവതരണം എപ്പോ, എങ്ങനെ, ഏത് രീതിയിൽ ആർക്കും പറയാൻ പറ്റില്ല. ബാബ പ്രത്യേകമായിട്ട് മുരളിയിൽ പറഞ്ഞിട്ടുണ്ട്, വളരെ ഗുപ്തമാണ്. സംഗമയുഗത്തിന്റെ ഒന്നേ ഒന്ന് എപ്പോഴാണെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. വളരെ ഗുപ്തമാണ്. സംഗമയുഗം 100 വർഷം പഠിപ്പിക്കുന്ന ബാബു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സംഗമയുഗത്തിന്റെ ഫുൾ പീരീഡ് 5000 വർഷത്തെ ഡ്രാമയില് സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, 5000 വർഷത്തില് 4 യുഗത്തിലെ ഈ അവസാനത്തെ പുരുഷോത്തമ സംഗമ യുഗം എപ്പോഴാണ്, അല്ല എത്ര ടൈം പീരീഡ് ആണ്, ഒരാൾക്കും പറയാൻ പറ്റില്ല. സമ്പൂർണ്ണമായിട്ടിരിക്കുന്ന ബ്രഹ്മാവില്ലേ, ആൾക്കും പറയാൻ പറ്റില്ല. കാരണം ചില കാര്യങ്ങൾ ബാബ വളരെ ഗുപ്താക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? നിരാകാരി, നിർവികാരി, നിരഹങ്കാരി, ഈ ഒരു സ്ഥിതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആര് നമ്പർ വൈസ് ആയിട്ടുള്ളവര് എല്ലാവർക്കും നിരാകാരി, നിർവികാരി, നിരഹങ്കാരി സ്ഥിതിയിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. 108 അഷ്ടരത്നങ്ങള് ഇവര് കറക്റ്റ് ഈ സ്ഥിതിയിലേക്ക് എത്തണം. അതുകൊണ്ട് ബാബ വളരെ ഗുപ്തമായിട്ട് ചില കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ട്. അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയാല് വേഗം പാസ്സാവും. എനിക്കൊന്നും അറിയില്ല, എൻ്റെ രാമനാരായണ എന്ന് പറഞ്ഞാൽ മതി. എത്രയൊക്കെ വർഷങ്ങൾ എടുത്താലും ബാബയുടെ മുരളി, ബാബയുടെ ജ്ഞാനം സമ്പൂർണ്ണമായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റൂല. കാരണം ഓരോരോ സെക്കൻഡിലും പുതിയത്. സിനിമയില് ലാലേട്ടൻ കൈതപ്രത്തിനോട് പറയുന്ന ഒരു സീനുണ്ട്, സംഗീതം എന്ന മഹാസാഗരത്തിൽ. തീരത്ത് പകച്ചു നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ, അങ്ങ് ആ തീരത്ത് നീന്തി കളിക്കുന്ന മഹാൻ. ഇതാണ് അവസ്ഥ. കാരണം അവിടെ ഒരു ടക്കറിങ്ങിന് വേണ്ടിയിട്ട് ആ സിനിമ ഹിസൈന ശബ്ദമുള്ള ഒരു മഹാസംഗീത പണ്ഡിതൻ വരികയാണ്. ലാലേട്ടനോ അവര് ഒതുങ്ങിയിട്ട് അവിടുത്തെ ഒരു രാജാവിനെ കൊല്ലാൻ വേണ്ടി വന്ന അങ്ങനത്തെ ഒരു സീനാണ് അതിൽ കിടക്കുന്നത്. പക്ഷെ അതില് ലളിതമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചില സീനുകളിൽ നായകന്മാര് ചില ആളുകളുടെ ഇടയിൽ വളരെ ലളിതമായിരിക്കണം. മൂത്തവർക്ക് കൊടുക്കേണ്ട ബഹുമാനം മൂത്തവർക്ക് കൊടുക്കാൻ വേണം. എല്ലാവരും ആത്മാക്കളാണ്, സർവ്വരും ആത്മാക്കളാണ്. താടി നരച്ചവന്, താടിയുള്ള അപ്പനെ പേടിണ്ട് എന്ന് അറിയില്ലേ, ചെറിയൊരു രീതിയിൽ ഒരു ചെറിയ ബഹുമാനം കൊടുക്കന്നെ വേണം. അതൊന്നുമില്ല. അത് ഓരോ ഏജിനനുസരിച്ച് കൊടുക്കണം. മണ്ടത്തരങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഒരു പേരക്കുട്ടി ഡോക്ടറായി, എഞ്ചിനീയറായി, എന്തോ ആവട്ടെ, അവരുടെ മുത്തശ്ശനും മുത്തശ്ശിക്ക് കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ട്. അതേ റെസ്പെക്റ്റ് അല്ലെങ്കിൽ അതേ പരിഗണന അതേപോലെ കൊടുക്കണം എന്നല്ല, അങ്ങനത്തെ ചില പരിഗണനകൾ എത്ര പൊട്ടനായാലും എത്ര വലിയ വിദ്യയായാലും ഒരു ഡോക്ടർ അതിൻ്റെ അച്ഛനെ, ഒരു എഞ്ചിനീയർ അതിൻ്റെ അമ്മയെ, അച്ഛനെ, ഇതല്ലെങ്കിൽ വലിയൊരു രാഷ്ട്രീയ നേതാവ് അവരുടെ അച്ഛനെ, അമ്മയെ ആദരിക്കുന്നതായിട്ട് നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഷോയിലെങ്കിലും കാണാൻ പറ്റും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയൊരു പൊസിഷനിലിരിക്കുന്നു. ആ അമ്മയെ ആദരിക്കുന്നത്, അവിടെ പോകുന്നത്, അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഷോയിൽ കാണാമല്ലോ. ഞാൻ അവർ നേരിട്ട് എന്തോ ആവട്ടെ, നേരിട്ട് ചിലപ്പോൾ അമ്മേനെ അല്ലാതെ ആദരിക്കുന്നുണ്ടാവില്ല എങ്കിൽ പോലും ഇതേറ്റവും ചുരുങ്ങിയത് ഷോ ആക്കെങ്കിലും വേണം. അത് ഇന്നത്തെ കാലത്ത് വളരെ കുറഞ്ഞു. ഷോയില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കാണുന്നത് എന്താന്ന് വെച്ചാൽ കുട്ടികൾ വൃദ്ധന്മാരെ കൊല്ലുന്ന തന്നെയെന്ന് പറയാ. ചിലര് നേരിട്ട് പോയി കത്തിയിട്ട് കുത്തി കൊല്ലുന്നു, ചിലര് വേറെ വിധത്തില് തേജോവധം ചെയ്യുന്നു, പല വിധത്തിൽ ആ കൊടുക്കേണ്ട ബഹുമാനം. സംഗതി ഈ മക്കളെ സംബന്ധിച്ച്
അവര് എത്രയോ വലിയ മണ്ടത്തരങ്ങൾ ചെയ്യുന്നുണ്ടാവാം. ഉണ്ടാവാന്നല്ല, ഉണ്ട്. നമുക്കൊക്കെ അനുഭവമാണ്. ഇപ്പൊ എനിക്കൊക്കെ അനുഭവമാണ്. എത്രയോ ബുദ്ധിയുടെ ലെവല് വളരെ താഴ്ന്ന ലെവലിലുള്ള ഒരുപാട് പ്രായമുള്ള വ്യക്തികളുണ്ട്. പക്ഷെ അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ അവരുടെ ഫുൾ റെസ്പെക്റ്റ് കൊടുത്തിട്ട് അവരെ പിന്താങ്ങി നിർത്തേണ്ട ആവശ്യമില്ല. ഇപ്പൊ എനിക്ക് മരണപ്പെട്ടു പോയ അച്ഛൻ ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്തിട്ടുണ്ട്. സംഗതി വളരെ വലിയ മണ്ടത്തരങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ്, സത്യം പറയാം. പക്ഷെ നമ്മൾ ആ ആൾക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ, അങ്ങേരുമായിട്ട് ഞാനൊന്ന് പിണങ്ങി മാറി നിന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനു മാറി നിന്നു? ഞാൻ മാറി നിന്നതാ. അങ്ങേരോട് റെസ്പെക്റ്റ് ഉണ്ട് എനിക്ക്. അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ആ സമയത്ത് എന്തെല്ലാം പുകലുണ്ടാക്കും. പക്ഷെ മനസ്സിൽ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് ചിന്തകൾ വന്നിട്ടുണ്ട്, എന്താ കാട്ടേണ്ടത്. കാരണം എനിക്ക് ബ്രഹ്മകുമാരീസിന്റെ ഈ ഒരു കാര്യം ചെയ്യാൻ വേണം, ബാബയെ ഓർമ്മിക്കാൻ വേണം. ഇതിന് തടസ്സമായിക്കൊണ്ട് എന്നെക്കാളും എത്രയോ വർഷം മൂത്ത ഒരു വ്യക്തി, എന്റെ ഫാദർ, ഈ ശരീരത്തിന്റെ ഫാദർ നിന്നിരുന്ന സമയത്ത് ഞാൻ മാറിപ്പോവാണ് ചെയ്തത്. ബാബു പറഞ്ഞില്ലേ, പർവ്വതങ്ങളായിട്ട് തന്നെ ഇരിക്കും. ആരിപ്പൊക്കോ അന്നാ മുരളിയുടെ ആ ഒരു സ്ഥാനം കിട്ടിയിട്ടില്ലെങ്കിലും കൽപ്പകൽപ്പം നമ്മൾ ചെയ്യുന്ന അതിന്റെ ആധാരത്തില് എന്നോട് ഇറങ്ങി പോവാൻ തന്നെ പറഞ്ഞു. ഇറങ്ങി കുത്ത്. അങ്ങനെ തന്നെയാണ് ഈ ശരീരത്തിന്റെ ഫാദർ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. 3 തവണ ഞാൻ നന്നായിട്ട് ക്ഷമിച്ചു. 3ാമത്തെ തവണ ഞാൻ അങ്ങ് ഇറങ്ങിപ്പോയി. വീട്ടിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ തറവാട്. അങ്ങനെ ഇറങ്ങി പോവാൻ പറഞ്ഞാല് ഇറങ്ങിപ്പോണം. അത് ഇത്ര പ്രായമുള്ള ആളെ. പിന്നെ എന്നോട് കയറി വരാനാ പറഞ്ഞു. 2 വർഷം അടുത്ത് ഞാൻ ഇങ്ങ് കയറി വരാം. അത് ഞാൻ കുറെ ഓപ്ഷൻസ് ഒക്കെ വെച്ച് എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങേർക്ക് ഉപദ്രവമൊന്നും ഉണ്ടാക്കിയില്ല. അങ്ങനെ കുറേ പേരുണ്ടാവും. അതാണ് പർവ്വതം. ബാബു പറയുന്നത് പർവ്വതം എന്ന് പറഞ്ഞാൽ പർവ്വതം തന്നെയാണ്. പക്ഷെ അവർക്ക് നമ്മൾ റെസ്പെക്ട് കൊടുക്കണം. പ്രായമുള്ള ആളുകൾക്ക് നമ്മൾ റെസ്പെക്ട് കൊടുക്കണം. അത് ഏത് രീതിയിലെന്നുള്ളതാണ്. സ്കിപ്പ് ആവണം, ചില ഭാഗത്ത് നമ്മൾ സ്കിപ്പ് ആവണം. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും വേണ്ടിയിട്ടല്ല. പ്രായം കുറഞ്ഞവർക്ക് നമ്മൾ ബഹുമാനം കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത് പാർട്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ചിരിക്കണം. നമുക്ക് വളരെയധികം ദേഷ്യം ഉണ്ടാവും. ചിലപ്പോ നമ്മുടെ വലിയ ശത്രുവായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടാവും. 1 വയസ്സോ 2 വയസ്സോ മൂത്തതോ, അല്ലെങ്കിൽ 20 വയസ്സ് മൂത്തതോ, അതല്ലെങ്കിൽ 30 വയസ്സ് മൂത്തതോ ആയിട്ടുണ്ടാവും. നമ്മുടെ കയ്യിലാണെങ്കിൽ ഈ സാധനം നിറഞ്ഞു നിൽക്കുകയാണ്. ജ്ഞാനം, യോഗം, ധാരണ, സേവനം, ഇതൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. വെള്ളം ഇട്ടിട്ടുള്ളവരുണ്ടാവും, ചിലപ്പോൾ അതൊന്നും അല്ലാതെ നല്ല കുടുംബത്തിൽ പറഞ്ഞവരുണ്ടാവും, കുടുംബത്തിൽ നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും. പക്ഷെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ചെറിയൊരു സൂക്ഷ്മാഹങ്കാരം എന്ന് പറയും. അഹങ്കാരം ഒന്നുമല്ല, ശരീരബോധമൊന്നുമല്ല, ആത്മബോധമല്ല, പക്ഷെ ചെറിയൊരു സൂക്ഷ്മാഹങ്കാരല്ലേ, അതങ്ങ് കളയണമെന്ന്. എനിക്കൊക്കെ എന്തോരം ശത്രുക്കളുണ്ട്. ഇപ്പൊ കല്യാണം കഴിച്ചുകൊണ്ട് നാളെ ശത്രു, നാട്ടിൽ ഒരുപാട് ശത്രുക്കൾ എല്ലാരും ഉണ്ട്, ഒരുപാട്. പക്ഷെ അവരൊക്കെ എങ്ങനെ ഇപ്പൊ പുതിയതായിട്ട് എനിക്ക് ഞാനൊരു വക്കീലിനെയും ഗുമസ്തനെയും ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നു. അവരും ഇപ്പൊ എന്റെ ശത്രുവായി മാറി. ശത്രുത എന്ന് പറഞ്ഞാല് നമ്മൾ ഏൽപ്പിച്ച പണി അവർ ചെയ്തില്ല, ഞാൻ നേരെ DGPക്ക് പരാതി കൊടുത്തു. ഇനി അതിന്റെ ബാക്കി കാര്യങ്ങൾ കോടതിയിലെ മജിസ്ട്രേറ്റ് എന്റെ ശത്രുവാണ്, മിത്രല്ല. അത് ഇനി തിരൂർ കോടതിയിലെ മജിസ്ട്രേറ്റ് ആണെങ്കിലും ശരി, ഹൈക്കോടതിയിലെ മജിസ്ട്രേറ്റ് ആണെങ്കിലും ശരി, സുപ്രീം കോടതിയിലെ മജിസ്ട്രേറ്റ് ആണെങ്കിലും ശരി, നമ്മളെ കാര്യം, നമ്മൾ ധാർമ്മികമായിട്ടുള്ള ഒരു കാര്യം അവിടെ അവതരിപ്പിച്ചിട്ട് അവരതിനെ എതിരെ ഒരു വിധി പ്രസ്താവിച്ചാൽ അവർ നമ്മുടെ ശത്രുവാണ്. അപ്പൊ എനിക്ക് തിരൂർ കോടതിയിൽ മജിസ്ട്രേറ്റ് പ്രഖ്യാപിച്ച ഒരു വിധിയിൽ ഞാൻ അസന്തുഷ്ടനാണ്. ഞാൻ പോയി കേസ് കൂടിയ സംഭവം അവര് പറഞ്ഞത് 2 പേരും പങ്കെടുത്തിട്ടില്ല. അങ്ങനെ ഒരു പേപ്പർ തന്നിട്ടില്ല, കോർട്ട് ഓർഡറാണ്. ഞാൻ ശത്രുതല്ല എനിക്ക് അവരോട് എന്തിനു മിത്രത. പക്ഷെ അവര് ആ ഒരു പൊസിഷൻ, അവരുടെ പ്രായം എന്നീ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല റെസ്പെക്ട്, നമ്മുടെ ശത്രുവിനെ പോലും മിത്രമായി കാണാനുള്ളൊരു കല, അത് ഈ സമയത്തേ കിട്ടും. നിരവധി ശത്രുക്കൾ ഇനിയും വരും, പല വിധത്തിൽ, ലൗകികം അലൗകികം.
പ്രകൃതി 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 എന്ന് പറയുമ്പോൾ പല വിധത്തില് നമ്മൾ ഓരോരുത്തരും താമസിക്കുന്ന വീടുകളിൽ നിന്നും മണ്ണിൽ നിന്നും 5 തത്വങ്ങളാണ്. 5 തത്വങ്ങള് 5 തത്വങ്ങള് 5 ഇന്ദ്രിയങ്ങൾ. ഇത് പ്രകൃതി. ഇതെന്ന് വരും നമുക്ക് ഒരുപാട് ടെസ്റ്റ് പേപ്പറുകൾ വരും. പക്ഷെ ബഹുമാനിക്കാൻ പഠിക്കണം. ബ്രഹ്മ ബാബ എങ്ങനെയാണോ ഇതിനെയൊക്കെ ഓവർകം ചെയ്തത് അതിന്റെ ഒരു ചെറിയ കോപ്പി എല്ലാവർക്കും ഒരേപോലെ കോപ്പി അടിക്കാനൊന്നും പറ്റില്ല. ഇനി എല്ലാവരും കോപ്പി അടിച്ചാലും നമ്പർ മാറിപ്പോയില്ല പരീക്ഷയ്ക്ക് മാർക്ക്. ഇപ്പൊ എല്ലാവർക്കും സാർ അങ്ങോട്ട് പോയത് ഒരു എക്സാം എടുക്കും, കോപ്പി അടിക്കാനുള്ള നല്ലൊരു ചാൻസ് കിട്ടി. അപ്പൊ അവന്റെ പേപ്പർ നോക്ക്. അപ്പൊ അവന്റെ അടുത്തുനിന്ന് ഈ കോപ്പികൾ അല്ലെങ്കിൽ പഠിക്കണം എന്തായാലും കോപ്പീന്റെ ആവശ്യമില്ല. മറ്റവന്റെ അടുത്തുനിന്ന് സാധാരണക്കാർ ഈ കോപ്പി ചെറിയ ചെറിയ തുണ്ട് പീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാസ് ചെയ്തൊക്കെ പോയി എല്ലാവർക്കും ഒരു മാർക്ക് കിട്ടും. അതിൽ കോപ്പി അടിക്കാനൊരു കലയുണ്ട്. സാധാരണ എക്സാം ഹാളിലാണെങ്കിൽ കോപ്പി അടിക്കാനൊരു കലയുണ്ട്. ആദ്യം അറിയുന്ന കാര്യങ്ങൾ ആദ്യം എഴുതിയിരിക്കണം, പിന്നെ ആ നമ്പേഴ്സ് നോക്കണ്ട. അറിയുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പഠിച്ചിട്ടായിരിക്കണല്ലോ സ്കൂളിലേക്ക് പോകേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങളാണ് ഈ സാറ് അങ്ങോട്ട് മാറുന്ന സമയത്ത് ഒന്നുകിൽ മറ്റവന്റെ അടുത്തുനിന്ന് ചോദിച്ചിട്ട്, എടാ മൂന്നാമത്തെ ഉത്തരം എന്താ എന്താ അപ്പൊ അവൻ പറയും ന്യൂട്ടൺ അവൻ പറയുന്നുണ്ടെങ്കിൽ ഇവൻ കേൾക്കണത് ന്യൂട്രൽ എന്നാവും. ഇവൻ ന്യൂട്രൽ എന്ന് എഴുതിയിരിക്കും, പാസ്സാവോ? ഏറ്റവും ചുരുങ്ങി അതിന്റെ ക്വസ്റ്റ്യൻ എന്താന്ന് മനസ്സിലാക്കാൻ, അതിന്റെ ഉത്തരം എന്താണ് എഴുതേണ്ടതെന്ന് മനസ്സിലാക്കാനെങ്കിലുള്ള കോമൺ സെൻസ് ഉള്ളവനെ പരീക്ഷയിൽ നമ്പർ വൈസ് ആയി പാസ്സാവുള്ളൂ. ഇവിടെ നടക്കുന്ന പരീക്ഷയാണ് പരമാത്മ പരീക്ഷ. ആരും ഇവിടെ പരമാത്മാവാൻ പോണില്ല, ആരും ഇവിടെ ഇനി ബ്രഹ്മാവും വിഷ്ണു ആവാനും പോണില്ല. ആ ബാക്കിയുള്ള പരീക്ഷകളില്ല, അഷ്ടരത്നങ്ങളിലെ ബാക്കി പരീക്ഷകൾ, 108 പരീക്ഷകൾ. അത് 108 തന്നെ ഒരു 108 ബാബു എടുത്തിട്ടില്ല. എത്ര വേണമെങ്കിലും 108 മാല ഉണ്ടായിക്കോ. അങ്ങനെ തന്നെ ബാബു മുരളിയിൽ പറഞ്ഞിട്ടില്ല. ഒരു 108 മാല എടുത്ത് ചാർത്തണ്ട നിങ്ങൾ, ഒരുപാട് 108 മാലകൾ എടുത്തോ. അതിനുള്ളൊരു അവസരം കൂടിയാണ് ഇപ്പൊ. അതിന്റെ ഒരു ടെക്നിക്ക് വല്ല പിടുത്തം കിട്ടിയ ഇത് ഭയങ്കര രസമുള്ളതാണ്. ഡ്രാമയാണ്. ഈ ഡ്രാമ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. ഇപ്പൊ എനിക്ക് ഇന്നിപ്പോ മൈൻഡില് 3 ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഒന്നുകിൽ വീട്ടിലിരുന്ന് യോഗം ചെയ്യുക, അതല്ലെങ്കിൽ പുറമേക്ക് 2 സ്ഥലത്തേക്ക് പോകും. 2 സ്ഥലത്തേക്ക്, ഒന്ന് നമ്മുടെ നാട്ടിൽ, അതല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം വിട്ടിട്ട് ഒരു അയൽ സംസ്ഥാനത്തിലേക്ക് പോകാൻ. അപ്പൊ ഏത് വേണം എന്നുള്ള ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഒക്കെ തീരുമാനമായി കഴിഞ്ഞാല് പോവാം. അപ്പൊ അതിനുള്ള സാഹചര്യങ്ങൾ നോക്കും, എന്താ വേണ്ടത്. സമയം എത്തുമ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കും. ചിലപ്പോൾ ഇന്ന് ഇവിടെ തന്നെ ആയിരിക്കും, ചിലപ്പോൾ ഇന്ന് നാട്ടില് പുറത്തൊക്കെ ഒന്ന് പോയിരിക്കും, ചിലപ്പോൾ നമ്മുടെ സംസ്ഥാനം ഒന്ന് പോയി. അയൽ സംസ്ഥാനം കേട്ടോ, വലിയ ദൂരത്തേക്കുള്ള സംസ്ഥാനം തന്നെ. അപ്പൊ അതിൽ ഏതാ വേണ്ടെന്നുള്ള ഓപ്ഷൻസ് നോക്കി പതുക്കെ അതാണ് പാർട്ട്. ഞാനിപ്പോ അയൽ സംസ്ഥാനത്തിൽ പോകാനാണ് ഈ ഡ്രാമയിലുള്ളത് വെച്ചാൽ ഞാൻ അങ്ങോട്ട് പോകും. അതല്ല നാട്ടിലെ പുറം സ്ഥലങ്ങളില് അമ്പലങ്ങളിൽ വിസിറ്റ് ചെയ്യാനാണ് പാർട്ട് എന്നുണ്ടെങ്കിൽ അതവിടെ. അതല്ല വീട്ടിലിരിക്കാനാ പാർട്ട് എന്നുണ്ടെങ്കിൽ അവിടെ. അപ്പൊ എന്താണെന്നുള്ളത് നോക്കാം. അത് ഡ്രാമയ്ക്ക് വിട്ടുകൊടുക്കും. പക്ഷെ 3 സങ്കല്പം വന്നു കഴിഞ്ഞു. ബാബയോട് ചോദിച്ചു, ബാബ എനിക്ക് മെയിൽ അയക്കുമോ? സാനൽ ബോയ്, നിങ്ങള് ഇന്ന രീതിയിലുള്ള കണക്കുകളൊക്കെ തീർക്കാനുള്ളതിനാൽ ഇന്ന് വീട്ടിൽ തന്നെ ഇരുന്നോളൂ, എനിക്കെന്ത് മെയിൽ അയക്കുമോ? സങ്കല്പം. ബാബ സങ്കല്പം തരും. ഓരോരുത്തരുടെ അവസ്ഥ. നമുക്ക് എപ്പോഴും ഡബിൾ മൈൻഡ് ഉണ്ടാവും. ഡബിൾ മൈൻഡ് തന്നെ 3 ഓപ്ഷനോ 4 ഓപ്ഷനോ 5 ഓപ്ഷനോ ഒക്കെ ഉണ്ടാവും. പലരുടെ അവസ്ഥ അതാണ്. ഈ ഡ്രാമയിൽ വളരെ ഗുപ്തമായിട്ടുള്ള കാര്യം. ആ ഓപ്ഷൻസിൽ ഏതാണ് റൈറ്റ് എന്നത് തീരുമാനിച്ചിട്ട് മുന്നോട്ട് പോകുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒന്നുകിൽ എനിക്കിന്ന് വീട്ടിൽ വളരെ സുഖസുന്ദരമായിട്ട് ഇരിക്കാം, കിടക്കാം, ബാക്കി നോർമലായിട്ട്. ഇപ്പൊ ഇന്ന് പെങ്ങളുണ്ട്, ഇവിടെ അളിയനുണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരും കൂടെ ആയിട്ട്
എൻജോയ് ചെയ്തിരിക്കും. അതല്ല എങ്കിൽ ഒന്ന് പുറത്തിറങ്ങും. പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്. വെയിലുണ്ട്, യാത്ര ചെയ്യണം, ക്ഷീണം സംഭവിക്കും. ഇതല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഒന്നും കൂടെ പുറത്ത് അയൽ സംസ്ഥാനത്തേക്ക് അപ്പൊ കുറച്ചും കൂടെ ദൂരമായി, ഒന്നും കൂടെ പ്രയാസമായി. ഭക്ഷണത്തിന്റെ പ്രശ്നം, മറ്റു പ്രശ്നങ്ങൾ, അത് ഇത്. ഇതിൽ ഏതാണോ എന്റെ പാർട്ട് അതേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ 3 ഓപ്ഷൻ ഞാൻ എൻ്റെ മൈൻഡിന് ഇന്ന് നൽകി കഴിഞ്ഞാൽ അത് വെറുതെ വരുന്നതല്ല. അല്പകല്പം എന്താണോ അതിനനുസരിച്ച് വരുന്നത്. ഇന്ന് ശിവരാത്രിയാണ്. നമ്മുടെ ശിവബാബയുടെ ജന്മദിനത്തിന്റെ ആഘോഷത്തിന്റെ ഗംഭീരമായ ഈ ഒരു ദിവസം ഞാൻ എവിടെ എത്തും എന്ന് എനിക്കറിയില്ല. എന്തായാലും അതൊക്കെ എവിടെ എത്തിയാലും അതിന്റെ റെക്കോർഡിങ്സ് ഒക്കെ ചെയ്ത് വെച്ച് സമയം പോലെ, ചിലപ്പോൾ അവിടെ വൈഫൈ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടുന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. അതല്ലെങ്കിൽ പിന്നീട് വീട്ടിൽ വരുമ്പോൾ അപ്ലോഡ് ചെയ്യും. ഇന്നലെ ഉത്രാളിക്കാവല്ലേ, അവിടെ പോയിരുന്നു. ഗംഭീരായിരുന്നു ഉത്സവവും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഭക്തജനങ്ങളുടെ തിരക്കും കാര്യങ്ങളും. പിന്നെ അതിലേക്ക് അവിടുത്തെ അമ്പലത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും അതെല്ലാം ഒന്ന് ചെറുതായിട്ട് കണ്ട് വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ 12:30. വീട്ടിലെത്തിയപ്പോഴല്ല, കുളിച്ച് കിടക്കുമ്പോ 12:30. രാവിലെ 3:30 എഴുന്നേറ്റോ. ഞാൻ എഴുന്നേൽക്കുമോ എന്റെ കണക്കിന് എനിക്ക് ഉറക്കം ക്ലിയർ ആയിട്ടില്ല. ഞാൻ വീണ്ടും കിടന്നു. അങ്ങനെ നോക്കി പിന്നെ 5 മണിയുടെ ഉള്ളിലായിട്ട് എണീറ്റ് കുറച്ച് സമയം യോഗയൊക്കെ ചെയ്ത്. അപ്പോ എനിക്കെന്താ പാർട്ട്? സത്യത്തിൽ ആദ്യത്തെ ഇന്നത്തെ പാർട്ട് കിട്ടും. ഞാൻ നേരം വൈകി എഴുന്നേറ്റില്ല. ഇനി ഇന്നത്തെ ദിവസങ്ങൾ എന്തൊക്കെയോ. ഇത് ഓരോ ദിവസങ്ങളും നമ്മൾ ചെയ്യുന്നത് അവസാന സമയത്തെ സെക്കൻഡിന് വേണ്ടിയിട്ടാണ്. നമ്മളത് കറക്റ്റായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഏത് സമയമാണോ നമ്മൾ പരിസ്ഥ രൂപത്തിന്റെ ആ അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി റെഡി ആവുന്നത്, അല്ലെങ്കിൽ റെഡി ആവേണ്ടത്, അതല്ലെങ്കിൽ ആ പരീക്ഷ പാസ്സാവേണ്ടത്, നിരാകാരി, നിർവികാരി, നിരഹങ്കാരി. ചെറിയ പരീക്ഷ എന്നല്ല, എവിടെ ആണെങ്കിലും അതിൻ്റെയൊക്കെ പരീക്ഷണങ്ങൾ വരും. നമ്മളിപ്പോ BKS തന്നെ നിൽക്കുകയാണെങ്കിൽ, ബ്രഹ്മകുമാരീസിൽ തന്നെ നിൽക്കുകയാണെങ്കിലും പരീക്ഷ വരും. പുറത്താണെങ്കിലും പരീക്ഷ വരും. ഇനി BKS കൂടെ ആണെങ്കിലും ഈ ഭൂമിയിൽ ഇതേപോലെ തന്നെ അഭിനയിക്കണമല്ലോ. BKS എല്ലാ കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ, PBKS എല്ലാ കാര്യങ്ങളും ഇല്ലല്ലോ. ഇത് മിക്സഡ് ആണ് ഫുള്ള്. രാമനും രാവണനും ഒരുമിച്ചാണ്. അവിടെയാണ് യുദ്ധം നടക്കുന്നത്. എന്ത് യുദ്ധം? അല്ല, ദേവീ ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ദേവി ഇങ്ങനെ തുള്ളുന്നത് കാണാം. ഇവിടെ കരിങ്കാളി, അങ്ങനെ പിന്നെ ഭദ്രകാളി, 5 കയ്യോ, അല്ല 5 അല്ല 4 കയ്യോ, അതല്ലെങ്കിൽ അതിൽ കൂടുതൽ കൈകളിൽ ആയുധങ്ങൾ, ഒരു കൈയിൽ ഗദ, ഒരു കൈയിൽ താമര. അങ്ങനെ ഇതെന്താണ് സംഭവം? അങ്ങനെ ഇല്ല. തർപ്പിച്ച് പറയാൻ പറ്റുമോ? ഒത്തരടെ പോയിട്ട് പറയാൻ പറ്റുമോ? അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. പക്ഷെ അതിന് ഉദാഹരണമാണ്, അർത്ഥമാണ്, അർത്ഥസഹിതം. ബ്രഹ്മാവിന് 4 തല, ഒരു കയ്യില് 4 കൈ, ഒരു കയ്യില് വേദം, ഒരു കയ്യില് ഉടുക്ക്, ഒരു കയ്യില് താമര. അതേപോലെ വിഷ്ണു 4 കൈ, മനോഹരമായ രൂപം. പാമ്പില് അനന്തപത്മനാഭൻ, വലിയ പാമ്പില് 5 തലയുള്ള, 5 തലയാണ് ചിലതിൽ കാണിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ തലയൊക്കെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് വിഷ്ണു ഇങ്ങനെ മഹാശയനും, അതിന്റെ കൂടെ കാൽ കീഴിൽ ലക്ഷ്മി കാൽ ഒഴിഞ്ഞു കൊടുക്കുന്നു, വേറെ സരസ്വതി ഇപ്പുറത്ത് വേറെ, അങ്ങനെയൊക്കെ കൂടെയുള്ള ചിത്രം. അങ്ങനെ ഇല്ല. ബാബയാണ് പറഞ്ഞ മക്കളെ, അങ്ങനെ ഇല്ല. പക്ഷെ അതിനൊക്കെ അർത്ഥമുണ്ട്. ശങ്കരന്റെ രൂപം, പുൽത്തോല്, അതിലിരിക്കുന്നു അർദ്ധ വസ്ത്രധാരി, ചന്ദ്രകല, പാമ്പിനെ കഴുത്തിൽ തെറ്റിയിട്ട്, കയ്യിൽ തെറ്റിയിട്ട്, മാല, രുദ്രാക്ഷം. അങ്ങനില്ല. എന്നിട്ട് പ്രശ്നങ്ങളൊക്കെ വരുമ്പോ നേരെ തൃക്കണ്ണങ്ങനെ തുറക്കുക, എന്നിട്ട് ശൂലം കൊണ്ട് ഓരോരുത്തരെ കൊല്ലുക. അങ്ങനില്ല. ഇതങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള അയ്യപ്പൻ, ഗണപതി, ആനത്തല,
ഭദ്രകാളി, ദേവികള്, ബാക്കി ദേവികള്, ദേവദേവന്മാര്, അങ്ങനെ ഇല്ല. പക്ഷെ അർത്ഥമുണ്ട്, അതിനൊക്കെ അർത്ഥമുണ്ട്. ഇനി ക്രിസ്ത്യൻസിലേക്ക് വരികയാണെങ്കിൽ, ഇസ്ലാം ധർമ്മത്തിലേക്ക് വരികയാണെങ്കിൽ, അതിലൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ദേവദേവന്മാരുടെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ വരച്ചു വെച്ചതുണ്ട്. ഇങ്ങനൊന്നുമില്ല. ഇപ്പൊ എന്താണോ കാണുന്നത് ഇതാണ് റിയാലിറ്റി, ഇതാണ് റിയാലിറ്റി, ഇതാണ് ഡ്രാമ. നമ്മൾ ചില ഭാവനാ രൂപങ്ങൾ ഉണ്ട് എന്നുള്ള ചിന്തയിൽ പോവാണ്. ക്രിസ്ത്യൻസിന്റെ അല്ല, ഇസ്ലാം ധർമ്മത്തിലെ ബൈബിളിന്റെ കാര്യങ്ങൾ ഇബ്രാഹിം നബിക്കാണോ മുഹമ്മദ് നബിക്കാണോ മാലാഖ പകർന്നു നൽകിയതാണ്. അതിന്റെ റിയാലിറ്റി എന്ത്? ക്രിസ്തു, യേശു ക്രിസ്തു, യേശുവിൽ ക്രിസ്തു പ്രവേശിച്ചു, എന്തൊക്കെ സംഭവിച്ചു, അവരെഴുതി വെച്ചത് എന്ത്, അവിടെ ഒരു റിയാലിറ്റി ഉണ്ട്. ബുദ്ധൻ നിരവധി കാര്യങ്ങളിലൂടെ ബോധോദയം കിട്ടാതെ അലഞ്ഞു നടന്ന അവസാനം ബോധിവൃക്ഷത്തിന്റെ താഴത്ത് പോയപ്പോ ബോധോദയം കിട്ടി. ഗുരുനാനാക്ക്, ശ്രീനാരായണ ഗുരു, മതാമൃതാനന്ദമയി, ഇങ്ങനെ അനവധി ധർമാത്മാക്കൾ. എന്താണ് റിയാലിറ്റി? അവിടെ എന്താണ് റിയാലിറ്റി? ഇന്നിപ്പോ ആരാധനയാണ്. ശ്രീനാരായണ ഗുരുവിനെ ആരാധിക്കുന്നു, മതാമൃതാനന്ദമയിനെ ആരാധിക്കുന്നു, ഫോട്ടോ വെച്ച് ആരാധിക്കുന്നു, പല വിധത്തിലുള്ള ആരാധനയാണ്. അവരെ ആരാധിക്കപ്പെടേണ്ടവർ തന്നെയാണ്. തീർച്ചയായിട്ടും അവർ ചെയ്തു വെച്ച കർമ്മങ്ങൾ ആരാധിക്കപ്പെടേണ്ടവർ തന്നെയാണ്. അവരെ ആരാധിക്കണം, അവർ ബഹുമാനിക്കണം. അത് തന്നെയാണ് ഭാരതീയ നിയമം. നമ്മള് പ്രായം കൂടിയവരെ മാത്രമല്ല ആരാധിക്കുന്നത്. ഇപ്പൊ മത അമൃതാനന്ദമയിനെ എടുക്കുകയാണെങ്കിൽ മത അമൃതാനന്ദമയിന്റെ ഭക്തരിൽ കുറേ ആളുകൾ മത അമൃതാനന്ദമയേക്കാൾ പ്രായം കൂടിയവരാണ്. അമ്മേ എന്നാ പറയാ അവിടെ പോയത്. ഇപ്പൊ റിയാലിറ്റി നമ്മൾ കാണുന്നതാണ് റിയൽ. സായിബാബ അല്ലെങ്കിൽ ഇപ്പതാ പുതിയ സായിബാബയുടെ പുനർജന്മമായിട്ട് ഒരു 10, 25, 30 വയസ്സായിട്ടില്ലാത്തൊരു കുട്ടിയിൽ തമിഴ്നാട്ടിൽ തന്നെ നടക്കുന്ന കുറെ ഡ്രാമയിലൊരു സീനാണ്. അവർ പറഞ്ഞു ഞാൻ സായിബാബയുടെ പുനർജന്മമാണ്. അങ്ങോട്ടും ഉണ്ട്, നോർത്തിലും ഇതേപോലെ നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ പോയി ആരാധിക്കുന്നുണ്ട്. ആരാധിക്കാനായിട്ടുള്ള വ്യക്തികളുണ്ട്, അവർ ആരാധിക്കപ്പെടേണ്ട വ്യക്തികൾ, ആരാധിക്കപ്പെടുന്നവർ ആരാധന കൊടുക്കേണ്ടവരാണ്. ഇതാണ് റിയാലിറ്റി. ബാക്കി നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഓരോരുത്തരും പൂജിച്ചു വരുന്നത് ബ്രഹ്മ വിഷ്ണു ശങ്കരന്റെ വ്യത്യസ്തമായ രീതിയിലുള്ള ഭാവനാരൂപങ്ങൾ ആരാധിക്കപ്പെടേണ്ടതാണ് അതൊക്കെ. അതിന്റെ മുന്നിൽ പോയിട്ട് പക്ഷെ ബ്രഹ്മാവിന് പൂജ കുറവായിട്ട് ഉണ്ട്, എന്നാലും ബ്രഹ്മാവിന് പൂജയില്ല. ബ്രഹ്മാവ് എന്തുകൊണ്ട് പൂജയില്ല എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാല് അതിന്റെ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ ബാബ പല വിധത്തിൽ പറയുന്നുണ്ട്. ഇനി അതിനും റിയാലിറ്റി ഉണ്ട്, കുറെ റിയാലിറ്റികൾ അവിടെ ഉണ്ട്. ബ്രഹ്മാവിന് പൂജയുടെ ആവശ്യമില്ല. ബ്രഹ്മാവ് കൃഷ്ണനാവില്ല, മഹാവിഷ്ണു ആവില്ല, മഹാവിഷ്ണു. അമ്മയുടെ ക്ഷേത്രങ്ങൾ സരസ്വതിയായിട്ടും അമ്പയായിട്ടും ജഗദമ്പയായിട്ടും അങ്ങനെ എത്ര ക്ഷേത്രങ്ങൾ, അവിടെയൊക്കെ ആരാധന നടന്നുകൊണ്ടിരിക്കല്ലേ. വൈഷ്ണവരും ശൈവരും, അതായത് ശിവഭക്തരും വൈഷ്ണവ ഭക്തരും തമ്മിൽ ഒരു കാലത്ത് ഇടഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പഴയ കാലത്ത് കുറെ അമ്പലങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ചെറിയ ചെറിയ വീഡിയോകൾ കാണുമ്പോൾ കിട്ടിയ ഒരു ചെറിയ സൂചനയാണ്. പണ്ട് അങ്ങനെ ഒരു കാലഘട്ടം നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ഭാരതത്തിൽ വിഷ്ണു ഭക്തരായിട്ട് ഒരു കൂട്ടർ, ശിവഭക്തരായിട്ട് വേറൊരു കൂട്ടർ, ശൈവരും വൈഷ്ണവരും, സനാതന ധർമ്മത്തിലെ രണ്ട് ഇടങ്കോലുകൾ ഉണ്ടായിരുന്നു. അതെങ്കിൽ ഭയങ്കര അടിയായിരുന്നു. കണ്ടുകൂടാ. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അങ്ങനെ ഉണ്ടോ? വൈഷ്ണവരാണെങ്കിലും ശൈവരാണെങ്കിലും ഇടങ്കോലിടുന്നവരുണ്ട് കേട്ടാ. ചെറിയ രീതിയിൽ അത് ഉണ്ട്, ഉള്ളിലുണ്ട്. ഇതാണ് ആരാധന. പക്ഷെ ഇതിനു വേണ്ടിയിട്ടല്ല, ഇതെല്ലാം ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ബഹുമാനിക്കണം. ആർക്കും ദുഃഖം കൊടുക്കല്ലേ മക്കളെ പറഞ്ഞിട്ടുള്ളൂ ബാബ.
ഭയങ്കര 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 മധുരമാണ് ബാബ. അത് ഇങ്ങോട്ട് ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പ്രകൃതിയിൽ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് വളരെ 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 പ്രിയപ്പെട്ടത് തന്നെയാണ്. ഇപ്പൊ നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാല്, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാല്, മറ്റു കാര്യങ്ങൾക്കൊക്കെ പ്രകൃതി നമുക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. അതിൽ നിന്ന് നമുക്ക് വേണ്ട രീതിയിലുള്ള മുഴുവൻ പ്രകൃതിയുടെ സാന്ത്വനം നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും പ്രകൃതിയേക്കാളും ഇവിടെയുള്ള മനുഷ്യരെക്കാളും, മനുഷ്യരാണല്ലോ പ്രകൃതിയിലുള്ളത്. പ്രപഞ്ചം നമുക്ക് എത്രത്തോളം സേഫ്റ്റി നൽകുന്നുണ്ട്. ഈ ഭൂമി, ചന്ദ്രനും സൂര്യനൊക്കെ ആയിട്ടുള്ള ആ ഒരു സേഫ്റ്റിയാണ്. ഇത് ഒരു കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതും അനുഭവിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. രാവും പകലുണ്ടാവുന്നത്, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വീട്ടിലോ നാട്ടിലോ ഒന്നിനും കൊള്ളാത്തവരാണെങ്കിലും നമ്മൾ മറ്റേതെങ്കിലും സംഘടനകളോ കാര്യങ്ങളോ ഏറ്റെടുത്ത് നമ്മളെ സാന്ത്വനിപ്പിക്കുന്നു. അത് ഇതൊക്കെ അങ്ങനെ പലർക്കും പല വിധത്തിലായിരിക്കും പാർട്ട്. അതൊന്നുമല്ല ബാബയെ മനസ്സിലാക്കണമെങ്കിൽ, ബാബയുടെ മധുരത മനസ്സിലാക്കണമെങ്കിൽ, ബാബയുടെ കാരുണ്യം മനസ്സിലാക്കണമെങ്കിൽ സ്വയത്തെ അറിഞ്ഞേ തീരും, സ്വയത്തെ അനുഭവിച്ചേ തീരും. വേറൊരു രക്ഷയില്ല. സ്വയത്തിന് റെസ്പെക്ട് കൊടുക്കണം. സ്വയത്തിന് നമ്മൾ റെസ്പെക്ട് കൊടുക്കണം. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്താണ്? നാളെ സത്യവും വന്നോളും. പക്ഷെ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ ടോണിക്, ഈ ഗുളിക, ഞാനത് കഴിച്ച് എത്രത്തോളം നാളത്തെ സത്യയുഗത്തിന് ഞാൻ എൻ്റെ വിധത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് സംഭാവനകൾ ഞാൻ സ്വയം അറിഞ്ഞു കൊടുക്കുന്നു. അതാണ് ബാബ പറഞ്ഞത്, മനസ്സ് വാച കർമ്മണം. മനസ്സ വാച കർമ്മണം എത്രത്തോളം കൊടുത്ത് പ്രാക്ടിക്കൽ. ഇത് രണ്ട് രസമുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്നത് കാണിക്കാനായിട്ട് ചെയ്യുന്നൊരു സംഭവമുണ്ട്. ഞാനത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. എടുക്കൂല. ബാബ എടുക്കൂല. ബാബ അതിബുദ്ധിമാണ് എന്ന് പറഞ്ഞാൽ അതിബുദ്ധിമാണ്. എത്ര കോടി ബാബയുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടിട്ട് കൊടുത്താലും ബാബ എടുക്കൂല. കിട്ടും, അതിന്റെ ബാലൻസും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ ബാബ എടുക്കണം എന്നുണ്ടെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അറിഞ്ഞു കൊടുക്കണം. അതെങ്ങനെ കൊടുക്കണം? എന്തായാലും അത് റിയലായിട്ട് 5000 വർഷത്തെ ഡ്രാമയെ മനസ്സിലാക്കി ഒരു ജന്തുവിനും ഒരു ഉപദ്രവവും ഇല്ലാതെ അവന് ഉപകാരം ഉണ്ടാവുന്ന വിധത്തിലുള്ള കർമ്മം ചെയ്ത് ഞാൻ കൊതുവിനെ തല്ലുന്ന കണ്ടിട്ടില്ലേ? കൊതുവിനെ കൊല്ലുന്ന കണ്ടിട്ടില്ലേ? ഉപദ്രവമായി. ആ ജീവിക്ക് ഉപദ്രവമായി. ആ ജീവിയുടെ ജീവിക്കാനുള്ളൊരു സ്വാതന്ത്ര്യത്തെ ഞാൻ ഹനിച്ചു. പക്ഷെ എൻ്റെ മൈൻഡിൽ അവസ്ഥയെ ബാബ നോക്കൂ. എൻ്റെ മൈൻഡിൽ അവസ്ഥ. എന്നിട്ട് നിങ്ങളാണെങ്കിലും ഇപ്പൊ ഒരു ഉറുമ്പ് നമ്മളെ കടിച്ചു, അങ്ങനെ ഞാൻ തട്ടിയിരുന്നു, ചിലപ്പോൾ അത് ചത്തുപോകും. പാപം തന്നെയാണ്. പക്ഷെ അതിനൊക്കെ എന്തുണ്ട്? കർമ്മ കണക്കുണ്ട്. അതൊക്കെ വരുന്നുണ്ട്. പാമ്പിനെ കൊന്നാല് കർമ്മ കണക്ക്, ഉറുമ്പിനെ കൊന്നാല് കർമ്മ കണക്ക്, ഈ കൊതുവിനെ കൊന്നാല് കർമ്മ കണക്ക്. ഏതെങ്കിലും ഒരു മനുഷ്യനെ മനസ്സുകൊണ്ട് ചീത്തത് ചിന്തിച്ചാല് കർമ്മ കണക്ക്. എപ്പോഴാ പോവാ? ദിവ്യബുദ്ധിയിലേക്ക് ചില സാധനങ്ങൾ അങ്ങോട്ട് എത്തിയിട്ട് നമ്മള് ചേഞ്ച് ആവാണ്ടല്ലോ, കുറച്ചധികം സമയം എടുക്കും. 16 കല ആയിത്തീരാണ്ടല്ലോ, കുറച്ചധികം സമയം എടുക്കും. കോപ്പി അടിക്കലൊന്നും നടക്കണ കേസല്ല. സ്വയം പക്ഷെ കോപ്പി അടിക്കാനുള്ള രീതികളൊക്കെ തയ്യാറാക്കി വെക്കാനേ ഉള്ളൂ. ഒരാൾക്കും ഒരാളെയും കോപ്പി അടിക്കാൻ പറ്റില്ല. പക്ഷെ ബാബ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കോപ്പി അടിക്കൂ. ബാബ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കോപ്പി അടിക്കൂ. നടക്കണ കേസല്ല. എത്ര കോപ്പി അടിച്ചാലും ബ്രഹ്മാവിന്റെ മാർക്ക് ബ്രഹ്മാവിന്
മമ്മയുടെ മാർക്ക്, മമ്മയ്ക്ക് അഷ്ടരത്നങ്ങളുടെ മാർക്ക് 108, 108ന്റെ മാർക്ക് 16,108, 16,108 മാർക്ക് 9 ലക്ഷത്തിന്, 9 ലക്ഷത്തിന്റെ മാർക്ക് 9 ലക്ഷത്തിൽ വരുന്ന പ്രജ ക്വാളിറ്റിയിലെ ദാസ ക്വാളിറ്റിയിലെ ആർക്കെങ്കിലും കൃഷ്ണന്റെ രാജധാനിയിൽ പോയിട്ട് അവിടുത്തെ സിംഹാസനമൊക്കെ തൊട്ട് വരാൻ പറ്റും തോന്നുന്നുണ്ടാ? ഉണ്ടെങ്കിൽ തെറ്റാണ്, അങ്ങനെ സംഭവിക്കില്ല. ഞാൻ എന്തായാലും 9 ലക്ഷത്തിൽ വരും. അതിനുള്ള പ്രയത്നം നടക്കുന്ന ഒരാള് ഒരിക്കലും 16,108 കയറാൻ പോണില്ല. പ്രയത്നിക്കാം, കോപ്പി അടിക്കാൻ. അവർ ഫസ്റ്റ് എന്ന് ബാബ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഈ കാര്യങ്ങളിലേക്കൊക്കെ വളരെ ഗുപ്തമായ ബുദ്ധി വേണം. പിന്നെ ഇതിലൊരു കാര്യമുണ്ട്, തൃപ്തമാവാനുള്ളൊരു കല എന്ന് പറയുന്നുണ്ട് ബാബ. 16 കലയിൽ സംതൃപ്തമാവാനും സന്തുഷ്ടമാക്കാനും സന്തുഷ്ടമാവാനുള്ള കല, അതേപോലെ തന്നെ തൃപ്തമാവാനുള്ള കല, പെരുമാറ്റ കല, കുറെ കലകളുണ്ട്. ഇതിൻ്റെ ഒക്കെ മുഴുവൻ ആധാരത്തിലാണ് ഈ 16 കലാ സമ്പന്നം. ഈ 16 കലാ സമ്പന്നം എല്ലാവരും ഒരേ കാറ്റഗറിയിലല്ലേ. ഞാൻ ബാബ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ എൻ്റെ അടുത്തുള്ളതിന് പ്രകാരം പറയണ്ട. ഫുള്ള് റിയൽ ആയിട്ട് ഞാൻ പറഞ്ഞ ശരി എന്ന രീതിയിൽ ആരും എടുക്കരുത്. സ്വയത്തിനങ്ങനെ നോക്കുക, ഞാൻ എത്രത്തോളമായി, ഇതെന്താണ് സംഭവം. ഈ 5000 വർഷത്തെ ഡ്രാമയിൽ ഞാൻ 16 കലാ സമ്പന്നമായിട്ട് 108 വരണോ, 16,108 വരണോ, 9 ലക്ഷത്തിൽ വരണോ, അതെല്ലാം 33 കോടിയുടെ അവസാനത്തിൽ മതി. ഇത് വാച്ച് ചെയ്യുന്ന DKന്റെ ആളുകളായിട്ടുള്ള കോമൺ സെൻസ് വർക്ക് ചെയ്യുന്ന വ്യക്തികൾ എന്തായാലും 33 കോടി വരെ ആയിരിക്കാം എന്നേ പറയുന്നുള്ളൂ. അതിന്റെ അപ്പുറത്ത് വ്യാപരീകം തുടങ്ങുന്ന ഭക്തരും ഇത് വാച്ച് ചെയ്യൂല എന്നല്ല, പക്ഷെ ക്ലിക്കാവൂല. ഏറ്റവും ചുരുങ്ങിയത് ഇപ്പൊ വീഡിയോ ഞാൻ തുടങ്ങിയിട്ട് തന്നെ 30 മിനിറ്റോളായി. അതും ചിലപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കണ്ടിട്ടുണ്ടാവും, സ്കിപ്പ് ചെയ്ത് പോയിട്ട് അവസാനം ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിക്കൊള്ളുന്നില്ല. അതൊന്നും കണ്ട് ഇവനെന്നും പറയുന്ന അതേ മണ്ടത്തരങ്ങൾ തന്നെയാണല്ലോ പറയുന്നത് എന്നും പറഞ്ഞ് അവൻ സ്കിപ്പ് ചെയ്തു പോകും. പക്ഷെ ഞാൻ കൽപ്പം പറയാനുള്ളത്, ഭഗവാൻ തന്ന ശരീരം കൊണ്ട്, ഇതെന്റെ സൃഷ്ടിയല്ല, അതിലൊരു രോമം പോലും എനിക്ക് സൃഷ്ടിക്കാൻ പറ്റില്ല. എത്ര കോടി രൂപ ഉണ്ടെങ്കിലും എനിക്ക് കഴിയൂല. പ്രപഞ്ചനാഥൻ തന്ന ശരീരം കൊണ്ട്, പ്രപഞ്ചനാഥൻ തന്ന ഫോണുകൊണ്ട്, പ്രപഞ്ചനാഥന്റെ സേവാമാർഗമായിട്ടുള്ള നെറ്റ്വർക്ക്, ഇതൊക്കെ പ്രപഞ്ചനാഥന്റെയാണ്. പക്ഷെ ഇന്നും ഇതൊക്കെ ഓരോരുത്തർ കൈയേറി ഇരിക്കണം മാത്രം. ഇത് ഓരോരുത്തരും ബാബയ്ക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. അതിന്റെ ആധാരത്തിൽ ഇതിന് ലൈഫ് ഉണ്ട്. BSNL നെറ്റ്വർക്ക്, എയർടെൽ നെറ്റ്വർക്ക്, ജിയോ നെറ്റ്വർക്ക്, പല നെറ്റ്വർക്കും പല കമ്പനികൾ, പല വ്യക്തികൾ, പല രീതിയിൽ. പക്ഷെ ഇനി അങ്ങോട്ട് ഒരു വർഷം കൂടുമ്പോൾ ഏതൊക്കെ നെറ്റ്വർക്കുകൾ ഇല്ലാതെയാവും, ഏതൊക്കെ പുതിയ നെറ്റ്വർക്കുകൾ വരും, ഏതൊക്കെ പുതിയ ഫോണുകൾ വരും, ഏതൊക്കെ മനുഷ്യര് ബാക്കി ഉണ്ടാവും. ചിന്തിക്കണേ. ചെറിയ കാര്യമൊന്നുമല്ല. ദിവ്യബുദ്ധിയിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെറുതൊന്നല്ല. ഈ പ്രപഞ്ചത്തിന്റെ ഇതേ അവസ്ഥ, ബാക്ക്ഗ്രൗണ്ട് കുറെ ദിവസങ്ങളായല്ലോ ഇപ്പൊ ഞാൻ ഇവിടെ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് ഇതേ അവസ്ഥയിലൊന്നും നിൽക്കൊന്നുമില്ല. ഇത് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഫ്രണ്ട് ഗ്രൗണ്ട്, അതായത് എന്റെ രൂപത്തിനും ബാക്കി കാര്യങ്ങൾക്കും ചേഞ്ചിങ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മൈൻഡ്, ഇന്റലക്ട്, ഇതില് ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കും. ഇത് കേൾക്കുന്ന വ്യക്തികൾ അവരുടെ ഇന്റലക്റ്റിന്റെ ആധാരത്തിൽ ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് വല്ലപ്പോഴും ഇതിലൊരു കമന്റ് കിട്ടുന്നുള്ളൂ. സംഗതി 8 പേരോ 7 പേരെ കാണുന്നുള്ളൂ. എങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ പരാമർശിച്ചിട്ട് ആദ്യമൊക്കെ കുറെ കമന്റ് ഒക്കെ കണ്ടിരുന്നു. ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കും, വല്ല കമന്റ് ഉണ്ടോ, റിപ്ലൈ തരും. പിന്നെ ചില കമന്റ് ഞാൻ അതിന് മുന്നേ എനിക്ക് എന്താ വെച്ചാൽ, ഈ കമന്റുകളിൽ തന്നെ നമ്മൾ പറയുന്നതും
അവരുദ്ദേശിക്കുന്നത്. അതായത് രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എപ്പോഴും പറയും, കമന്റ് തന്നെ നല്ല കാര്യം. ഒരു ക്വസ്റ്റ്യൻ, ഒരു സംശയ രീതിയിലുള്ളതായിരിക്കാം. ചിലപ്പോ അവരെല്ലാം അറിഞ്ഞ് ഞാനാണ് ശരി എന്ന് ഇപ്പൊ ഇത് കാണുന്നവന് തീരുമാനിക്കുമല്ലോ, എന്താ പ്രശ്നം? ഇല്ല, അവൻ അത്ര വലിയ കാര്യമൊന്നുമില്ല, അപ്പൊ അവനൊന്ന് കൊട്ടണം എന്ന രീതിയിൽ ഒരു കമന്റ് അടിക്കാം, നോ പ്രോബ്ലം, അതൊന്നും പ്രശ്നമില്ല. ചിലപ്പോ എന്നെക്കാൾ എത്രയോ ഗംഭീരമായ പാർട്ട് അഭിനയിക്കാനുള്ള വ്യക്തികൾ കാണുന്നുണ്ടായിരിക്കും. ഇനി ഞാൻ അതിൽ എത്രയോ മോശമായിരിക്കും, നോ പ്രോബ്ലം. എന്റെ കഥകൾ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ വരുന്നത്. എവിടെല്ലാം പരാജയങ്ങളുണ്ട്. പക്ഷെ എന്റെ പരാജയങ്ങൾ അത് എന്റെ പരാജയം തന്നെയാണ്. അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഇനി ഓരോരോ വ്യക്തികൾ ഇതെപ്പോഴും അവനവനെ നോക്കണ കളിയാണ്. അവനവനെ നോക്കി അവനവനെ ക്ലിയർ ചെയ്യണ കളിയാണ്. ഞാൻ എപ്പോഴും വാച്ചിങ് ആണ്. എവിടെ എത്തി കുട്ടി? ബ്രഹ്മാവല്ല, ഞാൻ എവിടെ എത്തി കുട്ടി? എന്റെ ഭാവിയിലേക്കുള്ള എന്റെ യാത്രയുടെ സ്മൂത്ത്നെസ് എവിടെ എത്തി? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും. എനിക്ക് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഭാവി ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് പുറം ലോകത്ത് പോകുമ്പോ എന്റെ ഭാവി ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ? പുറത്ത് പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? എന്തൊക്കെ കേൾക്കണം. ഇപ്പത്തെ ഇവിടുത്തെ അവസ്ഥയിൽ നിന്നാൽ ഇതിലൂടെ കുറെ ആളുകൾ നടന്നു പോകുന്നുണ്ട്. അവന്മാര് പറയുന്നുണ്ടാവും, അല്ല അവൻ കുറെ ദിവസമായല്ലോ എന്തോ വട്ട് പറയുന്നു, അതിന്റെ വൈബ്രേഷൻ കിട്ടും. എന്തോ വട്ട് ചെയ്യണ്, എന്താ അവന്റെ ഉദ്ദേശം, അങ്ങനെയൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട് ഇവിടെ. പറഞ്ഞോട്ടെ, വൈബ്രേഷൻസ് നമുക്കത് ചെറിയ രീതിയിൽ ഇങ്ങനെ ഫീൽ ആവും. പക്ഷെ ഞാൻ ഇവിടെ മാത്രല്ല, ഞാൻ താഴത്തേക്ക് ഇറങ്ങി കളിക്കുന്നുണ്ട്, അതുകൊണ്ട് വല്ലാതെ ആരും വരില്ല. പിന്നെ സംസാരങ്ങൾ, ചുറ്റിലുള്ള കുറേ സംഭാഷണങ്ങൾ നമ്മൾ കേൾക്കാം. ഇതല്ല പുറം ലോകത്ത്. ട്രെയിനിൽ പോവാണെങ്കിൽ, ബസ്സിൽ പോവാണെങ്കിൽ പോവാതിരിക്കാൻ പറ്റൂല. കർമ്മ കണക്കാണ്, പോയേ തീരും. പോകേണ്ട സ്ഥലത്ത് പോയേ തീരും. എവിടെ പോണം, എങ്ങനെ പോണം എന്നത് തീരുമാനിക്കും. എനിക്കൊന്നും കേൾക്കണ്ട, ഒരാളതും കേൾക്കണ്ട. എനിക്ക് ആവശ്യം എന്താ? അരി വാങ്ങി വരിക, ഹെഡ്സെറ്റ് വെക്കുക, നല്ല പാട്ടും കേൾക്കുക, നേരെ അരിന്റെ കടയിൽ പോവുക, അരി വാങ്ങിക്കുക, വീട്ടിൽ വരിക. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ, ഒരോപ്ഷൻ. ഇനി അതല്ലാതെ എനിക്ക് അരി വാങ്ങിക്കണം, എനിക്ക് പലതും കേട്ടേ തീരും. പോവുക, ഓരോരുത്തരോട് പറയാ, എന്തായി, അവിടെ എന്തായി, ഇവിടെ എന്തായി, കുറെ കഥകളൊക്കെ പറഞ്ഞ് 1.5 മണിക്കൂർ കൊണ്ട് അടുത്ത കടയിൽ നിന്നാണെങ്കിൽ പോലും അരിയൊക്കെ വാങ്ങി വരാം. രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോ എനിക്ക് അങ്ങനെ വല്ലാതെ എനിക്ക് കേൾക്കണം എന്നൊന്നുമില്ല. നീ കേൾക്കുകയാണെങ്കിൽ കേട്ടോട്ടെ, അത് നിർബന്ധമില്ല. അരി വാങ്ങിക്കാൻ പോണു, അവിടുന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും ചിലപ്പോ കേൾക്കും. അതിൽ പ്രതികരിക്കേണ്ടി വരില്ല, ചിലപ്പോ മൈൻഡ് ഡിസ്റ്റർബ് ആവും. ഇതൊക്കെ കർമ്മത്തിന്റെ ആധാരത്തിലാണ് വരട്ടെ. ഇതൊക്കെ നമുക്കും വരുന്നതാണ്. ചില വാക്കുകൾ കേട്ട് കഴിഞ്ഞാണ്ടല്ലോ കുറേ സമയം നമ്മളെന്നല്ല പറഞ്ഞിട്ടുണ്ടാവുക, വേറൊരാളെ പറ്റിയിട്ടാ പറഞ്ഞിട്ടുണ്ടാവുക. അല്ലെങ്കിൽ വേറൊരാളെ ഉപദ്രവിക്കുക, അങ്ങനത്തെ സംഭവങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ നമ്മൾ നിമിത്തം. അപ്പൊ മൈൻഡ് ഡിസ്റ്റർബ് ആവും. എന്നാ ആവരുത്, യോഗി ആവരുത്, കാണരുത്, കേൾക്കരുത് എന്നത് ബാബ പറയുന്നുണ്ട്. ഒരു കുരങ്ങന്റെ ചിത്രം, അരുതാത്തത് കാണരുത്, അരുതാത്തത് കേൾക്കരുത്, അരുതാത്തത് സംസാരിക്കരുത്. ഒരു കുരങ്ങന്റെ ചിത്രത്തില് ഈ ഇങ്ങനെ 3 പ്രതിമ ഇതായിട്ട് ഒരു ഉദാഹരണം കാണിക്കുന്നുണ്ട്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താന്ന് വെച്ചാൽ, നമ്മൾ എങ്ങോട്ട് പോവാണെങ്കിലും കണ്ണുകുത്തി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക, കാതടച്ചിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. ഞാൻ ഇപ്പൊ പറഞ്ഞ ഇയർഫോണിൽ പാട്ടും കേട്ടിട്ട് എന്ത് കാര്യം? എത്ര സമയം കേൾക്കാൻ പറ്റും? ഇപ്പൊ നമ്മളൊരു യാത്ര പോവാണ്, എവിടെയെങ്കിലും പോവാണ്, ഇയർഫോണിൽ എത്ര സമയം പാട്ട് കേൾക്കാൻ പറ്റും? സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഓരോരോ സ്ഥലങ്ങളിൽ പോകുമ്പോ അവിടുത്തെ വൈബ്രേഷൻ ശരിക്കും നമ്മളെ സംസാരിപ്പിക്കും. ഞാനൊന്നും മിണ്ടണില്ല, മൗനവ്രതാണെന്നും പറഞ്ഞിട്ട് പുറത്തിറങ്ങാം, എന്തായാലും അങ്ങനെ ഇറങ്ങൂല്ലോ. കാര്യം എന്തെങ്കിലും ഒരു ആവശ്യത്തിനല്ലേ പോവുള്ളൂ. ഇൻ കേസ് മൗനവ്രതാണെങ്കിൽ നമ്മുടെ ആവശ്യം നടക്കാൻ നമുക്ക് വേറൊരാൾ വേണ്ടി വരും. ഇപ്പൊ ട്രെയിൻ ടിക്കറ്റ് എടുക്കാനാണെങ്കിൽ, ഇപ്പൊ മൗനവ്രതമുള്ള ഒരു വ്യക്തി പോവാണെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ
വേറൊരാളെ സഹായത്തിന് കൊണ്ടുപോകണം, എഴുതി അല്ലെങ്കിൽ എഴുതി കാണിച്ചു കൊടുക്കുക. അപ്പോഴും റിസ്ക് ഉണ്ട്, കുറെ റിസ്ക് ഉണ്ട്. അങ്ങനെ എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം. പല വിധത്തിലാണ്. അതുകൊണ്ട് ഒരാളെയും കൊപ്പിടിക്കാനൊന്നും പറ്റില്ല. പക്ഷെ എല്ലാവർക്കും റെസ്പെക്ട് കൊടുക്കും. ഇതങ്ങനെ ശീലിച്ചു തുടങ്ങും. റെസ്പെക്ട് കൊടുക്കുക ഉണ്ട്. ഓൾറെഡി നമ്മൾ ഭാരതീയർ റെസ്പെക്ട് കൊടുത്താണ്. പ്രത്യേകിച്ച് സനാതന ധർമ്മത്തിലുള്ളവരാണെങ്കിൽ ഞാനെ പറ്റി പഠിപ്പിക്കുക വേണ്ട. എന്നാലും പഠിപ്പിക്കുക വേണ്ടെന്നല്ല, ഞാനിപ്പോ ആരും പഠിപ്പിക്കണമെന്നില്ല. എന്റെ കാര്യം എന്റെ പാർട്ട് ഉയരാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തർക്കും റെസ്പെക്ട് കൊടുത്ത് പോകും. ചെറിയ കുട്ടിയാവട്ടെ, വലിയ ആളാവട്ടെ, അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്ട്, ഓരോരുത്തർക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് ഓരോ രീതിയുണ്ട്, ഓരോ മയുണ്ട്. ആ രീതിയിൽ കൊടുക്കുക. അതായത് നമ്മൾ നമ്മുടെ അതേ പ്രായമുള്ള ആളുകളെ ഭഗവാൻ എന്താണാവോ ഉദ്ദേശിച്ചത് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഓവർ റെസ്പെക്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു കളിയാക്കലേ. ഇത് ആക്ടിങ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിങ് ആണ്. നമ്മൾ ഓരോരുത്തരും ആക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ ആക്ടിങ്ങില് റിയാലിറ്റിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ട്രിപ്പിൾ ഓം ശാന്തി.